and welcome back to my channel The Use Happy Worldന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്കിന്ന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. ഇത് നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് കൈ കാലുകളിലെയൊക്കെ കരിവാളിപ്പ് മാറാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് തന്നെയാണ്. നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം നമുക്ക് അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇപ്പോൾ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ഇരട്ടി മധുരം യൂസ് ചെയ്താൽ കിട്ടും. മെയിനായിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികൾ, വരകൾ ഇതൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റാണ് ഇരട്ടി മധുരം. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ, കോഴിമുട്ടയോ അല്ലെങ്കിൽ താറാവ് മുട്ടയോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കോഴിമുട്ടയാണ് എടുക്കുന്നത്. മുട്ടയുടെ വെള്ളയും സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാനും ഈ ചുളികൾ വരുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോസ്, ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടാകും. ചിലവർക്ക് കുഴികളൊക്കെ വലുതായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ പോസിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഇരട്ടി മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇരട്ടി മധുരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വെള്ളയുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആയി കിട്ടും. വേറെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 5-6 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ തേനോ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടിയോ അങ്ങനെയുള്ള പൗഡേഴ്സ് വല്ലതും ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് രണ്ടുമാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഒരു മുട്ടയുടെ വെള്ളയായിട്ട് മിക്സായി കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ നല്ലപോലെ മിക്സായിട്ട് ഒരു ക്രീമിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം ആദ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റുമൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഡ്രൈ ആവാതെ നോക്കിയാൽ മതി. ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് നനച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അരമണിക്കൂറെങ്കിലും ഇത് ഫേസിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. ഇത് പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല, ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഡ്രൈ ആവുള്ളൂ. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഞാനിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ കൈ നല്ലപോലെ കഴുകിയെടുത്ത് വന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്